മാന്യ പ്രേക്ഷകരെ, മാന്യമഹാജനങ്ങളെ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഇന്നത്തെ കെട്ടക്കാലത്തിന്റെ കഥ പറയാനാണ് ഞങ്ങൾ ചില കലാകാരന്മാർ ഈ തെരുവിലെത്തിയത്. ആ ബഹളം വെക്കരുത്. ക്ഷമയോടെ കേൾക്കണം, കാണണം. എന്താ പറ്റുമോ? ഞങ്ങളെ ക്ഷമ പഠിപ്പിക്കാൻ വന്നതോ അതോ കഥ പറയാൻ വന്നതോ? ഇതാണ് പറഞ്ഞത്, ക്ഷമ വേണമെന്ന്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ സംഗതികള്? ഒരു കാര്യം പറഞ്ഞാൽ അത് കേൾക്കാൻ ക്ഷമയില്ല. ഇനി കേട്ടാലോ അത് നെല്ലും പതിരും തിരിച്ച് മനസ്സിലാക്കാനുള്ള ക്ഷമയില്ല. ഇനി മനസ്സിലായാലും അത് ഉൾക്കൊള്ളാനുള്ള ക്ഷമയില്ല. അല്ല, ഞാനെന്തിന് ഇതൊക്കെ പറയുന്നത്? സുഹൃത്ത് പറഞ്ഞതുപോലെ ഞങ്ങൾ നിങ്ങളെ ക്ഷമാശീലരാക്കാൻ നോമ്പ് നോറ്റ് വന്നവരൊന്നും അല്ലല്ലോ. അങ്ങനെ വഴിക്കുക കഥ പറയാനല്ലേ വന്നത്? എന്നാൽ അത് നടക്കട്ടെ. കൂട്ടരെ വരൂ വരൂ, ഇയാൾ പറയുന്ന കേക്ക്. ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് തുടങ്ങാമല്ലേ? മാന്യമഹാജനങ്ങളെ, എല്ലാവരും ഒന്ന് കൈയടിച്ചേ. കഥ കേൾക്കാൻ നിങ്ങൾക്ക് തിടുക്കമായോ? എന്നാലേ ഇത് കഥയല്ല കൂട്ടരെ, ചില സത്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ ഇനി ചുരുളഴിയാൻ പോകുന്നത്. വ്യഥകളും കഥനങ്ങളും നിറഞ്ഞ സത്യങ്ങൾ, വിയർപ്പും കണ്ണീരും ചോരയും കിനിയുന്ന സത്യങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കെട്ടക്കാലത്തിന്റെ വർത്തമാനങ്ങൾ. നോക്കൂ, ഘനാന്ധകാരം നമുക്കുമേൽ ഇരുൾ പടർത്തുമ്പോൾ, അനീതികൾ നമുക്കുമേൽ പേമാരി പോലെ പെയ്തിറങ്ങുമ്പോൾ, അക്രമങ്ങൾ പ്രളയജലം പോലെ ആർത്തലച്ചു വരുമ്പോൾ, സത്യം പറയാൻ ധൈര്യമുള്ളവരുണ്ടോ നമ്മുടെ കൂട്ടത്തിൽ? ഉണ്ടെങ്കിൽ അറിയുക, സത്യം പറയുന്നവന്റെ നാവ് പിഴുതെറിയപ്പെടുമെന്ന്. ഒരുവനെങ്കിലും ഈ കൂരിരുളിൽ ഒരിറ്റു മെഴുകുതിരി വെളിച്ചം തെളിയിക്കാൻ ധൈര്യമുള്ള ഒരുവനെങ്കിലും എങ്കിൽ അറിയൂ, അവരുടെ കണ്ണുകൾ ചൂഴ്ന്നെടുത്തേക്കാം, തുടയെല്ലുകൾ ഞെരിച്ചു തകർത്തേക്കാം, യൗവനം തടവറയിൽ ഹോമിക്കപ്പെടാം. കാരാഗ്രഹവാസത്തിനൊടുവിൽ കഴുമരമായിരിക്കാം ആ ധീരനെ കാത്തിരിക്കുന്നത്. ഇനി പറയൂ, ധൈര്യമുള്ള ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ട്? ഞാനുണ്ട്. സഭാഷ്! സത്യം ഏറ്റു ചൊല്ലാനും അത് ഉറക്കെ വിളിച്ചു പറയാനും തയ്യാർ? 100 അല്ല 1000 വട്ടം. ഞാനുണ്ട്. ആഹാ, ധീരന്മാരുടെ വംശാവലി അറ്റുപോയിട്ടില്ലെന്നറിയുന്നത് പെരുത്ത സന്തോഷം തന്നെ. പക്ഷേ ഞങ്ങൾ മാത്രമായി എന്ത് ചെയ്യാനാ? സുഹൃത്തുക്കളെ, കുറച്ചു പേർക്കിടയിലെ സത്യം ജീവിക്കൂ. അതുകൊണ്ട് നിങ്ങൾ വേവലാതിപ്പെടണ്ട. ചരിത്രത്തിൽ എന്നും ജനസഞ്ചയങ്ങളെ ചലിപ്പിച്ചിട്ടുള്ളത് ധീരന്മാരും സത്യസന്ധന്മാരും പ്രതിഭാശാലികളുമായ കുറച്ചുപേർ മാത്രമാണ്. സത്യത്തിന് സാക്ഷികളാവാൻ തീരുമാനിച്ച കുറച്ചുപേർ, സ്വന്തം മനസാക്ഷിയും മസ്തിഷ്കവും പണയം വെക്കാത്ത കുറച്ചുപേർ. അവർ ന്യൂനപക്ഷമായിരിക്കാം, എന്നാൽ അവർ സത്യത്തിനു വേണ്ടി സത്യത്തോടൊപ്പം എന്നും നിലകൊള്ളും. അതെ, പ്രത്യാഘാതങ്ങളെ കുറിച്ച ഭയചിന്തകളൊന്നുമില്ലാതെ അവർ ഉറച്ചു നിൽക്കും. അടർക്കളത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടാതിരിക്കാൻ സ്വയം കുഴികുഴിച്ച് അതിൽ കാലുകളിറക്കി വെച്ച് മണ്ണിട്ട് മൂടി സത്യമാർഗത്തിൽ പൊരുതിയ യോദ്ധാക്കളുടെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടില്ലേ? സുഹൃത്തുക്കളെ, സത്യം കയ്പുള്ളതാണ്, അത് കലർപ്പില്ലാത്തതുമാണ്. മാന്യ പ്രേക്ഷകരെ, നിങ്ങളുടെ ക്ഷമ അതിരുവിടുന്നുണ്ടെന്നറിയാം. ഇനി നമ്മൾ നീട്ടുന്നില്ല. കഥയിലേക്ക് അല്ല, വസ്തുതകളിലേക്ക്, സത്യങ്ങളിലേക്ക്. നുണ മാത്രം വിഴുങ്ങുന്ന ലോകത്ത് നേരുച്ചികയാൻ യാത്ര തിരിച്ച ഒരു കൂട്ടം കലാകാരന്മാരുടെ ചെറു സംഘമാണ് ഞങ്ങൾ. അല്ല, കഥയ്ക്കൊരു നാടകീയതയും കാവ്യാത്മകതയും ഒക്കെ വേണ്ടേ? അഭിനന്ദ, ഒരു കാര്യം പ്രേക്ഷകരോട് ഞാനും പറഞ്ഞോട്ടെ. പറഞ്ഞു. ലാറ്റിൻ അമേരിക്കൻ കവി പാബ്ലോ നെരുദ പാടി, എന്തുകൊണ്ടാണ് എന്റെ നാട്ടിലെ കവികൾ ഇലകളെയും പൂക്കളെയും ജന്മനാട്ടിലെ കൂറ്റൻ പർവ്വതങ്ങളെയും കുറിച്ച് പാടാത്തത്? വരൂ, ഈ തെരുവുകളിലേക്ക് വരൂ. ഈ തെരുവുകളിലെ രക്തം കാണൂ. ഈ തെരുവുകളിലെ മനുഷ്യരെ കാണൂ. സബാഷ്! ഇന്ത്യയുടെ തെരുവുകളിലേക്ക് നിങ്ങളെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോവുകയാണ്.
മുഴങ്ങട്ടെ വാദ്യഘോഷം, ഉയരട്ടെ യവനിക. ഇന്ത്യ, നമ്മുടെ മഹത്തായ മാതൃഭൂമി. ഉത്തരദിക്കിൽ ഒരു ശക്തി ദുർഗം പോലെ ഹിമവൽ ശൃംഗം. 3 വശവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രവിശാലമായ ഉപദ്വീപ്. വിസ്തീർണം 32,87,563 ചതുരശ്ര കിലോമീറ്റർ. ജനസംഖ്യ 128,01,96,600. സംസ്ഥാനങ്ങൾ 29. കേന്ദ്രഭരണ പ്രദേശങ്ങൾ 7, ഔദ്യോഗിക ഭാഷകൾ 22. 1947 ഓഗസ്റ്റ് 15 ബ്രിട്ടീഷ് നുകത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി. 1950 ഭരണഘടനാധിഷ്ഠിതമായ റിപ്പബ്ലിക്കായി. ജനാധിപത്യം, മതേതരത്വം, തുല്യനീതി എന്നിവ മുഖ്യ സ്തംഭങ്ങൾ. മതങ്ങളുടെ സംഗമഭൂമി, സംസ്കാരങ്ങളുടെ സംഗീതഭൂമി, അധിനിവേശ വിരുദ്ധ സമരങ്ങളുടെ സംഗ്രാമഭൂമി, വിമോചന പോരാട്ടങ്ങളുടെ വിപ്ലവ ഭൂമി, നവോത്ഥാന നായകരുടെ കർമ്മഭൂമി, കീഴാള മുന്നേറ്റങ്ങളുടെ രണഭൂമി. നവയുഗ ചേതനകൾ, വിപ്ലവ നവയുഗ ചേതനകൾ, മാനവ ചരിതം തിരുത്തേഴുതും വിപ്ലവ ചേതനകൾ. നവയുഗ ചേതനകൾ, വിപ്ലവ നവയുഗ ചേതനകൾ, മാനവ ചരിതം തിരുത്തേഴുതും വിപ്ലവ ചേതനകൾ. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്. ഇനി ഒരു ഫ്ലാഷ് ബാക്ക്. 5000 വർഷം മുമ്പ് ആദിമനിവാസികളായ ദ്രാവിഡർ സിന്ധു നദീ തീരത്ത് പടുത്തുയർത്തിയ സൈന്ധവ നാഗരികത ആര്യന്മാരുടെ വരവോടെയാണ് തകർച്ച നേരിട്ടത്. ചുരം കടന്നെത്തിയ ആക്രമണകാരികളായ ആര്യന്മാർ ദ്രാവിഡരുടെ സമ്പത്ത് കവർന്നെടുത്ത് സ്വന്തം ഭൂമിയിൽ നിന്നവരെ ആട്ടിപ്പായിച്ചു. അവരുടെ പുരങ്ങൾ ചുട്ടെരിച്ചും സംസ്കാരവും നാഗരികതയും തകർത്തെറിഞ്ഞും ആര്യന്മാർ ഇവിടെ ആധിപത്യമുറപ്പിച്ചു. ആര്യാവർത്തത്തിന്റെ അനുശാസനങ്ങളായി ചാതുർവർണ്ണ്യവും മനുസ്മൃതിയും പുതിയ അടിമ വ്യവസ്ഥയ്ക്ക് ജന്മമേകി. ബ്രാഹ്മണാധിപത്യത്തിന്റെ നെറികേടുകളെ ചോദ്യം ചെയ്തുകൊണ്ടുയർന്നു വന്ന ബുദ്ധ ജൈന മതങ്ങളെ ബ്രാഹ്മണ്യം ഇന്ത്യൻ മണ്ണിൽ കുഴിച്ചുമൂടി. ബുദ്ധവിഹാരങ്ങൾക്ക് തീയിട്ടും ബുദ്ധഭിക്ഷുക്കളെ കൊന്നൊടുക്കിയും ബുദ്ധക്ഷേത്രങ്ങൾ പിടിച്ചെടുത്തും മുന്നേറിയ ബ്രാഹ്മണിസം 1000 ആണ്ടുകളായി ജാതി വ്യവസ്ഥയുടെ ചങ്ങലക്കെട്ടുകളിൽ ഇന്ത്യൻ ജനതയെ തളച്ചിട്ടു. അസുരരും രാക്ഷസരും ചണ്ഡാലരും പഞ്ചമരുമാക്കി മുദ്രകുത്തി മണ്ണിന്റെ മക്കളെ അടിമകളാക്കി. ശൂദ്രന് വേദം നിഷേധിച്ച സവർണർ അറിവും അർത്ഥവും തങ്ങളുടേത് മാത്രമാക്കി അനുഭവിച്ചു പോന്നു. അറിവിന്റെ വെളിച്ചവുമായി കടന്നുവന്ന ക്രിസ്ത്യൻ മിഷണറിമാരും മാനവ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശവുമായി കടന്നുവന്ന ഇസ്ലാമും ചാതുർവർണ്ണ്യത്തിന്റെ ശക്തമായ കോട്ടകൾക്ക് വിള്ളൽ വീഴ്ത്തി. എങ്കിലും ആര്യാവർത്തം അതിന്റെ അതിരുകൾ വിപുലമാക്കിക്കൊണ്ടിരുന്നു. ഒപ്പം ചൂഷണത്തിന്റെയും. സവർണാധിപത്യത്തിന്റെ ഉരുക്കുമുഷ്ടികളിൽ ദലിതരും കീഴാളരും അവർണരും മതന്യൂനപക്ഷങ്ങളും ഞെരിഞ്ഞമർന്നു. ജന്മിത്വം ജനാധിപത്യത്തിന് വഴിമാറിയിട്ടും പ്രജകൾ പൗരന്മാരായി മാറിയിട്ടും സവർണാധിപത്യത്തിന്റെ ചൂഷണ മർദ്ദനങ്ങൾ ഇന്നും തുടരുകയാണ്. ആര്യാവർത്തത്തിന്റെ ആസുരനീതികൾ തന്നെയാണ് ഇന്നും ഇവിടെ ആധിപത്യം പുലർത്തുന്നത്. പാഠം 1 പശു. പാഠം 1 പശു. പശു ഒരു വളർത്തുമൃഗമാണ്. പശു ഒരു വളർത്തുമൃഗമാണ്.
അത് നമുക്ക് പാൽ തരുന്നു. അത് നമുക്ക് പാൽ തരുന്നു. അതിന്റെ ചാണകവും മൂത്രവും വളമായി ഉപയോഗിക്കുന്നു. അതിന്റെ ചാണകവും മൂത്രവും വളമായി ഉപയോഗിക്കുന്നു. ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും വിലപിടിപ്പുള്ള ജീവി ഞാനാണ്. എനിക്ക് വേണ്ടി എത്രയെത്ര സംരക്ഷകരാണെന്നോ ഇവിടെ ഉള്ളത്. പ്രധാന സജീവൻ മുതൽ ആധുനിക ഇന്ത്യയെ ആര്യാവർത്തത്തിലേക്ക് പുനരാനയിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന കാക്കി കളസധാരികൾ വരെ. എന്റെ സൗഭാഗ്യം നോക്കണേ. പക്ഷേ എന്റെ പേരിൽ ഇവിടെ മനുഷ്യരെ തല്ലുകയും കൊല്ലുകയും ചെയ്യുന്നു എന്നതാ എന്റെ ദുഃഖം. പണ്ടൊക്കെ ഒരു കുടുംബത്തിന് ജീവിക്കാൻ ഒരു പശു മതിയായിരുന്നു. ഇന്നാവട്ടെ ഒരാളെ കൊല്ലാൻ പശു മതി. ചത്ത പശുവിന്റെ പേരിലാണ് ജീവനുള്ള മനുഷ്യർ ആക്രമിക്കപ്പെടുന്നത്. ഇവിടെ ഒരാൾ ഫ്രിഡ്ജിൽ പശു ഇറച്ചി സൂക്ഷിച്ചിരിക്കുന്നത്. നീ ഗോമാതാവിനെ കൊല്ലുവല്ലടാ? ഇല്ല, ഞാൻ പശുവിനെ കൊന്നിട്ടില്ല. അത് ആട്ടിറച്ചിയാണ്. അല്ല, ഞാൻ സത്യമാ പറഞ്ഞത്. ഞാൻ പശുവിനെ കൊന്നിട്ടില്ല. ഞാൻ പശുവിനെ കൊന്നിട്ടില്ല. അല്ലാ! ദാദ്രിയിലെ അഖിലാഖിന്റെ കഥയാണോ കണ്ടത്? അയാളെ അടിച്ചു കൊന്നത് വീട്ടിൽ ബീഫ് സൂക്ഷിച്ചതിനാണോ? അഖിലാഖിന്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്നത് ബീഫല്ല, ആട്ടിറച്ചിയാണെന്ന് പരിശോധന റിപ്പോർട്ട് വന്നിരുന്നു. ഇനിയിപ്പോ ബീഫാണ് വീട്ടിൽ സൂക്ഷിച്ചത് എന്നിരിക്കട്ടെ, എങ്കിൽ തന്നെ ആളെ അടിച്ചു കൊല്ലാം എന്നാണോ ന്യായം? രാജ്യം കാക്കുന്ന ഒരു സൈനികന്റെ പിതാവിനെയാണ് രാജസ്നേഹികളെന്ന് വീമ്പിളക്കുന്ന ഈ ഘോരക്ഷകർ നിഷ്ഠുരമായി അടിച്ചു കൊന്നത്. അത് പിന്നെ ഈ പറ്റകൾക്കൊക്കെ സസ്യാഹാരം കഴിച്ചാ പോരെ, ഇറച്ചി തന്നെ തിന്നണമെന്ന് എന്താ അത്ര നിർബന്ധം? ഇഷ്ടമുള്ളത് തിന്നാനും ഇഷ്ടമുള്ളത് പറയാനും സ്വാതന്ത്ര്യമുള്ള നാടാ നമ്മുടേത്. ഞങ്ങളുമുണ്ട് ഇവന്റെ കൂടെ, ഞങ്ങളുമുണ്ട് ഇവന്റെ കൂടെ, ഞങ്ങളുമുണ്ട് ഇവന്റെ കൂടെ. ഏമാന്മാരെ ഞങ്ങളുമുണ്ട് ഇവന്റെ കൂടെ, ഞങ്ങളുമുണ്ട് ഇവന്റെ കൂടെ, ഞങ്ങളുമുണ്ട് ഇവന്റെ കൂടെ. റോഡിലിറങ്ങി നടക്കും ഞങ്ങൾ, പാടത്തിരുന്നു ചിരിക്കും ഞങ്ങൾ. റോഡിലിറങ്ങി നടക്കും ഞങ്ങൾ, പാടത്തിരുന്നു ചിരിക്കും ഞങ്ങൾ. പെരുമഴയത്തു നനയും പാതിര മഞ്ഞത്തിറങ്ങി നടക്കും ഞങ്ങൾ. പെരുമഴയത്തു നനയും പാതിര മഞ്ഞത്തിറങ്ങി നടക്കും ഞങ്ങൾ. താടി വളർത്തും മീശ വളർത്തും മുട്ടോളം മുട്ടറ്റം മുടിയും വളർത്തും. താടി വളർത്തും മീശ വളർത്തും മുട്ടോളം മുട്ടറ്റം മുടിയും വളർത്തും. ഞങ്ങളെ ഇഷ്ടം ഞങ്ങളത് ചെയ്യും. അത് ഞങ്ങളെ ഇഷ്ടം ഞങ്ങളത് ചെയ്യും. എന്തൊക്കെ തിന്നണം എന്തൊക്കെ പറയണമെന്നു ഞങ്ങൾക്കറിയാം. എന്തൊക്കെ തിന്നണം എന്തൊക്കെ പറയണമെന്നു ഞങ്ങൾക്കറിയാം. അത് ഞങ്ങളെ ഇഷ്ടം ഞങ്ങളത് ചെയ്യും. അത് ഞങ്ങളെ ഇഷ്ടം ഞങ്ങളത് ചെയ്യും. തിന്നാനും പറയാനും സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിലുണ്ട്. തിന്നാനും പറയാനും സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിലുണ്ട്. അത് മൊത്തമായി നിങ്ങൾക്ക് അടിയറ വയ്ക്കുവാൻ ഇത്തിരി ദണ്ഡമുണ്ട്. അത് മൊത്തമായി നിങ്ങൾക്ക് അടിയറ വയ്ക്കുവാൻ ഇത്തിരി ദണ്ഡമുണ്ട്. ഞങ്ങളുടെ മേലിലെ രോഗവും നിങ്ങൾക്ക് തീരെഴുതി തരണോ? ഏമാനെ തീരെഴുതി തരണോ? ഞങ്ങളുടെ മേലിലെ രോമവും നിങ്ങൾക്ക് തീരെഴുതി തരണോ? ഏമാനെ തീരെഴുതി തരണോ? അച്ഛനപ്പൂപ്പന്മാർ കിട്ടിയ റോഡ് നിനക്കെഴുതി തരണോ? അച്ഛനപ്പൂപ്പന്മാർ കിട്ടിയ റോഡ് നിനക്കെഴുതി തരണോ? വെള്ള പൊതിച്ചു നടക്കണ കോലങ്ങൾ കോടികൾ കട്ടാലെന്താ? വെള്ള പൊതിച്ചു നടക്കണ കോലങ്ങൾ കോടികൾ കട്ടാലെന്താ? നേരം പോക്കുന്നപ്പോൾ കീറിയിറങ്ങുവാൻ ഞങ്ങളെ നെഞ്ചുണ്ടല്ലോ. നേരം പോക്കുന്നപ്പോൾ കീറിയിറങ്ങുവാൻ ഞങ്ങളെ നെഞ്ചുണ്ടല്ലോ. നിന്റെ അറക്കണ കയ്യിലിരിക്കണ ഫാഷിസക്കോലുണ്ടല്ലോ. നിന്റെ അറക്കണ കയ്യിലിരിക്കണ ഫാഷിസക്കോലുണ്ടല്ലോ. അത് ഞങ്ങളുടെ നാട്ടിലെ ഞങ്ങളുടെ സ്വാതന്ത്ര്യം തല്ലിക്കെടുത്താനല്ല. അത് ഞങ്ങളുടെ നാട്ടിലെ ഞങ്ങളുടെ സ്വാതന്ത്ര്യം തല്ലിക്കെടുത്താനല്ല. ഞങ്ങളുടെ നാട് ഞങ്ങളുടെ
ഞങ്ങളുടെ പൂവരമ്പ്, ഇത് ഞങ്ങളുടെ നാട്, ഞങ്ങളുടെ റോഡ്, ഞങ്ങളുടെ പൂവരമ്പ്. അതിലെങ്ങനെ എങ്ങനെ എങ്ങനെ പോകണമെന്നു ഞങ്ങൾക്കറിയാം. അതിലെങ്ങനെ എങ്ങനെ എങ്ങനെ പോകണമെന്നു ഞങ്ങൾക്കറിയാം. നമ്മുടെ പൂർവികർ മാംസാഹാരികളായിരുന്നു. മൃഗബലിയും സുരപാനവും മാംസാഹാരവും അവർക്ക് അനിവാര്യമായിരുന്നല്ലോ. എന്നിട്ട് എന്ന് മുതലാ ഇറച്ചി തീറ്റ നിർത്തിയത്? യാഗങ്ങളിൽ നടത്തി വന്നിരുന്ന മൃഗബലിക്കെതിരെ അഹിംസാ മന്ത്രവുമായിട്ടാണ് ബുദ്ധൻ കടന്നു വന്നത്. ബുദ്ധമത അനുയായികളുടെ എണ്ണം വർദ്ധിക്കുകയും ബ്രാഹ്മണാധിപത്യത്തിന് ഭീഷണിയാകുമെന്ന് ഭയക്കുകയും ചെയ്തപ്പോഴാണ് അവരെ ഒതുക്കാൻ ഇറച്ചി തീറ്റ നിർത്തിയത്. പശുവിനെ കൊല്ലുന്നോ തിന്നുന്നോ മാത്രമല്ല, വിൽക്കുന്നതും വാങ്ങുന്നതും പോലും ഇപ്പൊ കുറ്റകൃത്യാണത്രേ. ജാർഖണ്ഡ് കാലിക്കച്ചവടക്കാരായ രണ്ടുപേരെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയില്ലേ? സ്വന്തം പാർട്ടിക്കാരെ തന്നെ കൊന്നുകൊണ്ടാണല്ലോ ഇവർ പശുക്കളെ സംരക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. ഗുഡ്സ്വാനിൽ പശുക്കളെ കൊണ്ടുപോയ യുവാവിനെ വിശ്വ ഹിന്ദു പരിഷത്ത് ബജ്രംഗ് ദൾ പ്രവർത്തകർ തല്ലിക്കൊന്നു. കർണാടകയിലെ ഉടുപ്പി ജില്ലയിലാണ് സംഭവം. BJP പ്രവർത്തകൻ പ്രവീൺ പൂജാരിയാണ് കൊല്ലപ്പെട്ടത്. സുഹൃത്ത് അക്ഷയ് ദേവഡിക ഗുരുതര പരിക്കുകളോടെ ബ്രഹ്മവാർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. BJPയുടെ KP കെഞ്ചൂർ ലോക്കൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പ്രസിഡന്റാണ് കൊല്ലപ്പെട്ട പ്രവീൺ. ജൂലൈ 10 കർണാടകയിലെ ചിക്കമംഗ്ലൂർ ജില്ലയിൽ പശുവിന് അറുത്തു തിന്നുവെന്ന് ആരോപിച്ച് ദലിത് കുടുംബത്തിലെ 5 പേരെ ബജ്രംഗ് ദൾ പ്രവർത്തകർ മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു. ആര്യന്മാർ ആയുധങ്ങളോടൊപ്പം പശുക്കളുമായാണ് ഇന്ത്യയുടെ സമതലങ്ങളിൽ അധിനിവേശം നടത്തിയത്. പശു ഒരു വികാരമായി നിലനിർത്തി രാജ്യത്തെ വിഭജിക്കാനുള്ള ഇന്നത്തെ ദേശദ്രോഹികളുടെ വേരുകൾ ആര്യാവർത്തത്തിലാണ് ആണ്ടുകിടക്കുന്നത്. ചത്ത പശുവിന്റെ തോല് പൊളിച്ചെന്ന് പറഞ്ഞാണ് ഗുജറാത്തിലെ ഉനയിൽ ഈയിടെ ദലിതരെ തല്ലിച്ചതച്ചത്. ഞാൻ ജീവിച്ചാലും ചത്താലും മനുഷ്യർക്ക് പ്രശ്നം തന്നെ. കഷ്ടം. ഒരു സാധു മൃഗമായ എന്റെ പേരിലാണല്ലോ ഈ രക്തച്ചൊരിച്ചിലൊക്കെ. ഭായോം ഓർ ബഹനോ, ഷൂട്ട് മീ, ഷൂട്ട് മീ, ഷൂട്ട് മീ. എടോ, ഇതെന്താണോ എന്നെ ഷൂട്ട് ചെയ്യാനാ പറഞ്ഞത്? അതിനല്ലേ ഈ ക്യാമറ. ഇത് റെഡ് MX ആണ്. ഗുഡ് പെർഫോമൻസ്, ഹൈ റെസൊല്യൂഷൻ. എടോ, പടമെടുക്കാനല്ല, ഷൂട്ട് മീ എന്ന് വെടിവെക്കാനാ പറഞ്ഞത്. ഓ, അത് ശരി. അല്ല, താങ്കൾ എപ്പോഴും സെൽഫി എടുത്ത് നടക്കുന്ന ആളായതുകൊണ്ട് ഷൂട്ട് മീ എന്ന് പറഞ്ഞപ്പോ പടം എടുക്കാനാണെന്നാ ഞാൻ കരുതിയത്. ഷൂട്ട് മീ, എന്നെ വെടിവെക്കൂ. ദലിത് സഹോദരരെ വെറുതെ വിടൂ. ഭയോ ഓർ ബഹനോ, അവരെ വെറുതെ വിടൂ. കണ്ടില്ലേ മുതലക്കണ്ണീർ. പശുവിന്റെ പേരിൽ മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടപ്പോ ഒരക്ഷരം ഉരിയാടിയില്ല ഈ മാന്യദേഹം. അന്ന് നാടുനീളെ സെൽഫി എടുത്ത് നടന്നു. സവർണ കോട്ടകൊത്തളങ്ങളുടെ ഇരുമ്പ് ഭിത്തികൾ ഭേദിച്ച് ദലിതുകൾ ഉയർത്തെഴുന്നേൽക്കുന്നത് സഹിക്കുന്നില്ല അല്ലേ? എന്നാലും ഈ മാന്യദേഹം ഒരു സത്യം പറഞ്ഞു. ഗോരക്ഷകരിൽ ചിലർ സാമൂഹ്യ വിരുദ്ധരാണെന്ന്. കാലിക്കടത്തിന് ഹഫ്ത വാങ്ങുന്ന ഗുണ്ടാ സംഘങ്ങളും പോലീസുമാ ഗോരക്ഷക വേഷം കിട്ടുന്നത്. കലാപങ്ങളിൽ കൊല്ലാനും ചാവാനും വേണ്ടി സംവരണം ചെയ്തു വെച്ചിരുന്ന ദലിതുകൾ ഇപ്പോൾ കൈവിട്ടു പോകുന്ന വാർത്തകളാണ് അങ്ങ് ഉത്തരദിക്കുകളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ വേവലാതിയാണിത്, അല്ലാതെ എന്ത് ദലിത് സ്നേഹം. പ്രിയമുള്ളവരെ, ഒന്നും എന്നും ഒരുപോലെ ആയിരിക്കുമെന്ന് കരുതരുത്. രാജ്യം പുതിയ ഉയർത്തെഴുന്നേൽപ്പുകൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലം പുതിയ വിമോചകരെ തേടുകയാണ്. സ്വാതന്ത്ര്യ ദിനത്തിൽ ഗുജറാത്തിലെ ഉനയിൽ ദലിതുകൾ തോട്ടിപ്പണിയിൽ നിന്നും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് ചരിത്രം സൃഷ്ടിച്ചു. ജ്യോതിറാവു ഫുലെയുടെയും അംബേദ്കറുടെയും പിന്മുറക്കാർ അവരുടെ ആത്മബോധവും ധീരതയും പ്രകടിപ്പിച്ചു തുടങ്ങി. മുമ്പൊരിക്കൽ ഇതേപോലൊരു കീഴാള മുന്നേറ്റത്തിന് രാജ്യം സജ്ജമായപ്പോഴാണ് രാമജന്മഭൂമി വിവാദം ഉയർത്തി വെറുപ്പിന്റെ രാഷ്ട്രീയക്കാർ രാജ്യത്ത് വർഗീയ ധ്രുവീകരണത്തിന് വഴിമരുന്നിട്ടത്. 1989 പിന്നാക്ക ജാതിക്കാർക്ക് കേന്ദ്ര സർവീസിൽ 27% സംവരണം നൽകണമെന്ന് ശുപാർശ ചെയ്ത
മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാൻ അന്നത്തെ പ്രധാനമന്ത്രി VP സിംഗ് തീരുമാനിച്ചു. കുടം തുറന്നുവിട്ട ഭൂതം കണക്കെ മണ്ഡൽ രാഷ്ട്രീയം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ ഗ്രസിച്ചു. രാജ്യമെങ്ങും സംവരണ വിരുദ്ധ പ്രക്ഷോഭത്തിന് തീകൊളുത്തി. ആത്മാഹുതി നാടകങ്ങളുമായി സവർണ കുമാരന്മാർ അരങ്ങു കൊഴുപ്പിച്ചു. മണ്ഡലിനെതിരെ കമണ്ഡലവുമായി സന്യാസിമാരും രംഗത്തെത്തി. സവർണ അവർണ ധ്രുവീകരണത്തിന് തടയിടാൻ വർഗീയ ഭ്രാന്തന്മാർ ബാബറി മസ്ജിദ്, രാമജന്മഭൂമി വിവാദമുയർത്തി. രഥയാത്രകളും ഏകതായാത്രകളും ശിലാപൂജയും ശിലാന്യാസവും ഒക്കെയായി ഇന്ത്യൻ തെരുവുകൾ പ്രക്ഷുബ്ധമായി. അധസ്ഥിത മുന്നേറ്റത്തിനെതിരെ വെറുപ്പിന്റെയും പകയുടെയും പരമത വിദ്വേഷത്തിന്റെയും വർഗീയ രാഷ്ട്രീയം പണം വിടർത്തിയാടി. കലാപങ്ങൾ ആളിപ്പടർന്നു. നാടിന്റെ തെരുവുകളിൽ മുസ്ലിം രക്തം ചാലിട്ടൊഴുകി. ഒടുവിൽ 1992 ഡിസംബർ 6 4 നൂറ്റാണ്ടുകാലം മുസ്ലിങ്ങൾ ആരാധന നടത്തിയിരുന്ന ബാബരി മസ്ജിദ് തകർത്ത് തരിപ്പണമാക്കി. ഗാന്ധിവധത്തിന് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭീകരകൃത്യം. വീണ്ടും 10 വർഷം കഴിഞ്ഞ് 2002 ഗുജറാത്തിൽ ഭരണകൂടം സ്പോൺസർ ചെയ്ത വംശഹത്യ. കോൺഗ്രസ് MP ആയിരുന്ന ഇഹ്സാൻ ജഫ്രി അടക്കം ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടു. ഗർഭസ്ഥ ശിശുക്കളെ പോലും പെട്രോൾ ഒഴിച്ച് കത്തിച്ചും തൃശൂലത്തിൽ കോർത്തും ചുടല നൃത്തമാടിയ ക്രൂരതകളുടെ സംഹാര താണ്ഡവം കണ്ട് ലോകം ഞെട്ടിത്തരിച്ചു. ഇത് ചെന്നായ്ക്കളുടെ ലോകമാണ്. ചോരമണക്കുന്ന ദംഷ്ട്രകളും രക്തമിറ്റുന്ന നാവും കൂർത്ത മൂർത്ത നഖങ്ങളും ഭീതിപ്പെടുത്തുന്ന മുരളലുമായി ആക്രമണോത്സുകതയുടെ ജനക്കൂട്ടങ്ങളിലേക്ക് ഓടിയെത്തുന്ന ചെന്നായ്ക്കൂട്ടങ്ങൾ ഒന്നൊന്നായി മനുഷ്യരെ, ഈ നാടിന്റെ മക്കളെ കൊന്നു തിന്നുകയാണ്. ജനുവരി 30 മഹാത്മജിയുടെ ശുഷ്കമായ നെഞ്ചിൻകൂട് ലക്ഷ്യമാക്കി നാഥുറാം വിനായക് ഗോഡ്സെയുടെ വലതുകരത്തിൽ ഒളിപ്പിച്ചിരുന്ന കൈത്തോക്കിൽ നിന്ന് 3 ബുള്ളറ്റുകൾ ഒന്നിനു പിറകെ ഒന്നായി പാഞ്ഞു തറച്ചു. രാഷ്ട്രപിതാവിനെ കൊന്ന ഗോഡ്സെയാണ് ഇന്ന് രാജ്യസ്നേഹം പുലമ്പുന്നവരുടെ വീരപുത്രൻ. സ്വതന്ത്ര ചിന്തയും യുക്തിബോധവും വർഗീയ വിരുദ്ധ നിലപാടുകളും നിർഭയം പ്രഖ്യാപിച്ച രാഷ്ട്രപുത്രന്മാർ പലരും പിന്നീട് ഇവരുടെ തോക്കിനിരയായി. നരേന്ദ്ര ദബോൾക്കർ, ഗോവിന്ദ് പൻസാരെ, ഡോക്ടർ കൽബുർഗി. ഹിംസയുടെ ഈ പരമ്പര ഇനി എന്നൊടുങ്ങും? സിന്ധുവും ഗംഗയും കൃഷ്ണയും കാവേരിയും നർമ്മദയും ഗോദാവരിയും സരയുവും യമുനയും മനുഷ്യരക്തം കലർന്ന് ചുവന്നൊഴുകുന്ന ദുസ്വപ്നങ്ങൾ കാണുന്നു. ചണവയലുകളിലെ ചതുപ്പുകളിൽ, ഗോതമ്പ് പാടങ്ങളിൽ, നെൽവയലേലകളിൽ, കരിമ്പിൻ കാടുകളിൽ, സൂര്യകാന്തി പാടങ്ങളിൽ, തേയിലത്തോട്ടങ്ങളിൽ മനുഷ്യന്റെ കണ്ണീരും ചോരയും കുതിർന്നു പുതയുന്ന ഭീകര രാവുകളെ കുറിച്ചുള്ള പേക്കിനാവുകൾ കാണാനാണോ ഇന്ത്യക്കാരുടെ വിധി? അച്ഛാ ദിൻ ആനെ വാലേ, വൈബ്രന്റ് ഗുജറാത്ത്, ഇന്ത്യ ഷൈൻസ്, മേക്ക് ഇൻ ഇന്ത്യ, ഡിജിറ്റൽ ഇന്ത്യ. മോഹിപ്പിക്കുന്ന മുദ്രാവാക്യങ്ങൾ, യാഥാർത്ഥ്യവുമായി പുലബന്ധം പോലുമില്ലാത്ത ജൽപ്പനങ്ങൾ. നോക്കൂ, ഇതാണ് യഥാർത്ഥ ഇന്ത്യ. സ്വന്തം ഭാര്യയുടെ മൃതശരീരവും തോളിൽ ചുമന്ന് കിലോമീറ്ററുകൾ നടക്കേണ്ടി വന്ന മാഞ്ചിമാരുടെ ഇന്ത്യ. ശവം മറവു ചെയ്യാൻ കൂരയുടെ അടുപ്പ് പൊളിക്കേണ്ടി വരുന്ന ദലിതരുടെ ഇന്ത്യ. സ്വച്ഛ് ഭാരത് പോലും മാലിന്യ കൂമ്പാരങ്ങളുടെ വഴിയോര കാഴ്ചകൾ സമ്മാനിക്കുന്ന ഇന്ത്യ. ചേരികളും ഗലികളും ഗെറ്റോകളും മുഖമുദ്രയാക്കിയ ഇന്ത്യ. വിദ്യാഭ്യാസ മേഖല കാവ്യവൽക്കരിച്ചും ചരിത്രം തിരുത്തിയെഴുതിയും
അന്ധവിശ്വാസങ്ങളെ ശാസ്ത്ര സത്യങ്ങളാക്കി അവതരിപ്പിച്ചും ഇന്ത്യയെ പ്രാകൃത യുഗത്തിലേക്ക് ആനയിക്കുകയാണ് ഈ വെറുപ്പിന്റെ രാഷ്ട്രീയക്കാർ. പക്ഷേ ഇതിനെല്ലാമെതിരെ യുവചേതന ഉണർന്നെടുക്കുന്ന കാഴ്ചയ്ക്ക് രാജ്യം സാക്ഷ്യം വഹിക്കുകയാണ്. ഹിംസയുടെ തേരിലാണ് വെറുപ്പിന്റെ രാഷ്ട്രീയം അതിന്റെ സംഹാരയാത്ര തുടരുന്നത്. കലാപങ്ങൾക്ക് വ്യവസ്ഥാപിത സംവിധാനമുള്ള നാടാണ് നമ്മുടെ രാജ്യം. ഭഗൽപൂർ, ഭീവണ്ടി, മീററ്റ്, സൂററ്റ്, അഹമ്മദാബാദ്, അലിഗഡ്, മുംബൈ, നെല്ലി, അതാരി, മുസഫർ നഗർ. മുസ്ലിം വിരുദ്ധ കലാപങ്ങളുടെ പ്രേതഭൂമികൾ ഇങ്ങനെ ഒട്ടനവധിയാണ്. കത്തിയെരിയുന്ന മുസ്ലിം കല്ലുകൾ, ചുട്ടരിക്കപ്പെടുന്ന ദലിത് കുടിലുകൾ, മാനഭംഗത്തിനിരയാകുന്ന കന്യാസ്ത്രീകൾ, ആട്ടിയോടിക്കപ്പെടുന്ന പാതിരിമാർ. സ്വതന്ത്ര ഇന്ത്യയിലെ പതിവ് കാഴ്ചകളാണിത്. ഭരണകൂട ഭീകരതയും മാധ്യമ വിചാരണയും ഒത്തുചേർന്ന് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുമ്പോൾ സ്ഫോടന പരമ്പരകളിലൂടെ നാടിനെ വിറപ്പിച്ച സ്വാമിമാരും സന്യാസിനിമാരും സാധ്വിമാരും പുരോഹിതമാരും കുറ്റവിമുക്തരാക്കപ്പെടുന്നു. നിരപരാധികളായ മുസ്ലിം യുവാക്കൾ അന്യായമായി ഭീകര നിയമങ്ങൾ ചാർത്തപ്പെട്ട് തടവറകളിൽ യൗവനം ഹോമിക്കേണ്ടി വരുന്നു. മതസ്വാതന്ത്ര്യം ഉദ്ഘോഷിച്ച ഭരണഘടനയെ വെല്ലുവിളിച്ചാണ് മതപ്രചാരണത്തിനും മതപരിവർത്തനത്തിനുമെതിരെ ഇന്ന് ചിലർ ആക്രോശിക്കുന്നത്. എന്നാൽ അവർ തന്നെ ഖർവാപ്പസി എന്ന് പേരിട്ട് മതപരിവർത്തനം നടത്തുകയും ചെയ്യുന്നു. വിരോധാഭാസം എന്നല്ലാതെ എന്തു പറയാൻ? വന്ദേ മാതരം ചൊല്ലാത്തതും സൂര്യ നമസ്കാരം ചെയ്യാത്തതും രാജ്യദ്രോഹമാണത്രേ. ആസാദി എന്നുച്ചരിച്ചാൽ രാജ്യദ്രോഹം. സാക്കിർ നായിക്കിന്റെ തലയെടുക്കുന്നവർക്ക് 50 ലക്ഷം ഇനാം പ്രഖ്യാപിച്ചാലും മുസ്ലിം മുക്ത ഇന്ത്യ ഉണ്ടാക്കണമെന്ന് പ്രസംഗിച്ചാലും അത് രാജ്യസ്നേഹം. വളരെ വിചിത്രമാണ് നമ്മുടെ ദേശസ്നേഹത്തിന്റെ അളവുകോലുകൾ. വെടിയൊച്ചകൾ നിലക്കാത്ത കാശ്മീർ താഴ്വര, സൈനികാതിക്രമങ്ങൾ അനുസ്യൂതം തുടരുന്ന മണിപ്പൂർ മലനിരകൾ, ദലിതർക്ക് ദുരിതം തീർക്കുന്ന ഗുജറാത്തും മഹാരാഷ്ട്രയും, വംശവെറിയുടെ ഉന്മാദ രാഷ്ട്രീയത്തിൽ മുസ്ലിം ചോര ചാലിട്ടൊഴുകുന്ന ഉത്തരേന്ത്യൻ പശു ബെൽറ്റ്, പാതിരിമാർ ചുട്ടരിക്കപ്പെടുകയും കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെടുകയും ചെയ്യുന്ന ഒഡീഷയും മധ്യപ്രദേശും, പൗരത്വ നിഷേധം പച്ച പരമാർത്ഥമായ ആസാമും ബംഗാളും, അസ്വസ്ഥതകൾ പുകയുന്ന വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ. എവിടെയാണ് ഈ രാജ്യത്ത് ശാന്തി? ന്യൂനാൽ ന്യൂനപക്ഷമായ അധീശവർഗത്തിന്റെ ദണ്ഡനീതികൾ മഹാഭൂരിപക്ഷത്തെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തുകയാണ്. അവർ ഈ മണ്ണിനെ മനുഷ്യാവകാശങ്ങളുടെ ശവപ്പറമ്പാക്കി മാറ്റുന്നു. സ്വാതന്ത്ര്യം തല്ലിക്കെടുത്തുന്നു. പൗരാവകാശങ്ങൾ ഒന്നൊന്നായി റദ്ദു ചെയ്യുന്നു. ഇതിന് തടസ്സം നിൽക്കുന്ന ഭരണഘടന പൊളിച്ചെഴുതാൻ അണിയറ നീക്കങ്ങൾ തകൃതിയാവുന്നു. ജനാധിപത്യ മതനിരപേക്ഷ മൂല്യങ്ങളെ കഴുത്തു ഞെരിച്ചു കൊന്ന് സവർണാധിപത്യത്തിന്റെ സങ്കുചിത സങ്കല്പങ്ങളിലേക്ക് ഈ നാടിനെ, ഈ ജനതയെ തിരിച്ചു നടത്തുകയാണ് വെറുപ്പിന്റെ ഉപാസകർ. ഈ അസഹിഷ്ണുതയോട് നാം ഇനിയും സഹിഷ്ണുത കാട്ടണോ? ഈ അനീതിയോട് രാജിയാവണോ? അടിമച്ചങ്ങലകൾ ആഭരണമായി കൊണ്ട് നടക്കണോ നാം ഇനിയും? എങ്കിൽ ഭയം വലിച്ചെറിയൂ, ആലസ്യം വെടിയൂ, കാലത്തിന്റെ തേട്ടത്തോട് മുഖം തിരിക്കാതിരിക്കൂ. മാന്യ പ്രേക്ഷകരെ, ഞങ്ങൾ അടുത്ത തെരുവിലേക്ക് നീങ്ങുകയാണ്. അതിനു മുമ്പ് ഒരു ഓർമ്മപ്പെടുത്തൽ, ഒരു മുന്നറിയിപ്പ്, അത്രമാത്രം. തമോഗർത്തത്തിലേക്ക് ആണ്ടുപോകുന്ന നമ്മുടെ നാടിനെ രക്ഷിക്കാൻ നാം അല്ലാതെ മറ്റാരുമില്ല. സ്വാതന്ത്ര്യത്തിന്റെ വിജയഭേരിയും വിഭജനത്തിന്റെ നൊമ്പരങ്ങളും കണ്ട നാട്, അയൽനാടുകൾ പട്ടാള ബോട്ടുകൾക്ക് കീഴിൽ ഞെരിഞ്ഞമർന്നപ്പോഴും ആഭ്യന്തര കലഹങ്ങളിൽ ആടിയുലഞ്ഞപ്പോഴും നമ്മുടെ രാഷ്ട്രമൂല്യങ്ങളുടെ ശക്തിയിൽ നാം തകരാതെ പതറാതെ അടിയുറച്ചു നിന്നു. ഭരണഘടനയാണ് നമ്മുടെ ബലം, ജനാധിപത്യമാണ് നമ്മുടെ ജീവവായു, മതനിരപേക്ഷതയാണ് നമ്മുടെ ഊർജം, സാഹോദര്യമാണ് നമ്മുടെ ശക്തി, സഹിഷ്ണുതയാണ് നമ്മുടെ സംസ്കാരം, സ്നേഹമാണ് നമ്മുടെ സന്ദേശം. സുഹൃത്തുക്കളെ, മറവിയിലാണ് ഫാഷിസം കൂടുകൂട്ടുന്നത്, ഭയത്തിലാണ് അത് തഴച്ചു വളരുന്നത്, വെറുപ്പിന്റെ മലിനജലത്തിലാണ് അതിന്റെ കൂത്താടികൾ വളരുന്നത്. ഹിംസയാണ് അതിന്റെ ആയുധം. ജനകീയ പ്രതിരോധം മാത്രമാണ് വർഗീയ ഫാഷിസത്തിന് മറുപടി. വെറുപ്പിന്റെ രാഷ്ട്രീയത്തെ നാം തുരത്തുക. വെറുപ്പിന്റെ രാഷ്ട്രീയത്തെ നാം തുരത്തുക. എല്ലാ ഇന്ത്യക്കാർക്കും സ്വാതന്ത്ര്യവും തുല്യനീതിയും സുരക്ഷയും യാഥാർത്ഥ്യമാവുന്ന ഒരു പുതിയ പ്രഭാതത്തിനായി നമുക്കണിചേരാം. ഇവരോടൊപ്പം, ഈ കലാകാരന്മാരോടൊപ്പം, നമ്മുടെ ജനതയോടൊപ്പം